നമസ്കാരം, എല്ലാവർക്കും രശ്മിസേര റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് രുചികരമായിട്ടുള്ള നല്ലൊരു അടപ്രഥമൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. ഈ ഒരു പായസത്തിൻ്റെ റെസിപ്പി തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടാവും. അതുകൊണ്ട് വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണേ. അടപ്രഥമൻ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും മട്ടേരിൻ്റെ അട വെച്ചിട്ട് ഉണ്ടാക്കുമ്പോഴായിരിക്കും കൂടുതൽ നല്ലത്. അതുകൊണ്ട് ഞാനിവിടെ മട്ടേരിൻ്റെ അട തന്നെയാണ് എടുത്തിട്ടുള്ളത്. 200 ഗ്രാം അടേൻ്റെ പായസമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. കപ്പിൽ അളവ് പറയുകയാണെങ്കിൽ 2 കപ്പ് അടയുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 2 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് അട ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫാക്കി വെച്ചതിന് ശേഷം അടപ്പ് കൊണ്ട് അടച്ചു വെക്കാം. ഇനി തീയിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇതിവിടെ ഇരുന്ന് വെന്തോളും. അരമണിക്കൂർ ആകുമ്പോഴേക്കും അട നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. ഇനി 2 മണിക്കൂർ വരെയൊക്കെ വെച്ചിരുന്നാലും കുഴപ്പമൊന്നുമില്ല, അട കൂടുതലായിട്ട് വെന്ത് പോകുമൊന്നുമില്ല. ഇതിവിടെ ഇരുന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് പായസത്തിനുള്ള തേങ്ങാപ്പാലൊന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ 3 മീഡിയം സൈസിലുള്ള തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇത് 8 കപ്പ് തേങ്ങയുണ്ട്. ഇതൊന്ന് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് അടിച്ചിട്ട് നമുക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാം. ആദ്യം തനിപ്പാലാണ് എടുത്തു വെക്കേണ്ടത്, 1-ാം പാല്. അതിന് വേണ്ടിയിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ ഇതൊന്ന് അരച്ചെടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് ഞെക്കി പിഴിഞ്ഞെടുത്താൽ മതി. അപ്പോൾ നമുക്ക് വെള്ളമില്ലാത്ത 1-ാം പാല് കിട്ടും. വെള്ളം ചേർക്കാതെ പാല് പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ ജാറിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിക്കുക. എന്നിട്ടൊന്ന് അടിച്ചതിന് ശേഷം കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുത്താൽ മതി. അപ്പോൾ നമുക്ക് കട്ടിയുള്ള 1-ാം പാല് കിട്ടും. ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ബാക്കിയുള്ള തേങ്ങാപ്പീരയിലേക്ക് വീണ്ടും 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്നങ്ങ് അടിച്ചിട്ട് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ നമുക്ക് 3 കപ്പ് 2-ാം പാല് കിട്ടും. അത് ആദ്യത്തേനേക്കാളും കുറച്ച് കട്ടി കുറവായിരിക്കും, എന്നാലും അത്യാവശ്യം നല്ല കൊഴുപ്പുള്ള പാല് തന്നെയാണ് അതും. ഇനി 2-ാം പാൽ എടുത്തതിന് ശേഷം ബാക്കിയുള്ള തേങ്ങാപ്പീരയിലേക്ക് വീണ്ടും 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്നങ്ങ് അടിച്ചെടുക്കുക. എന്നിട്ട് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ നമുക്ക് 4 കപ്പ് 3-ാം പാല് കിട്ടും. അപ്പോൾ തേങ്ങാപ്പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 1.5 കപ്പ് 1-ാം പാലും 3 കപ്പ് 2-ാം പാലും 4 കപ്പ് 3-ാം പാലും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. പാലൊക്കെ എടുത്തു വരുമ്പോഴേക്കും നമ്മുടെ അട വെന്ത് വന്നിട്ടുണ്ടാകും. പാത്രം ഒന്ന് തുറന്നു നോക്കാം. അടയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, എല്ലാം വേറെ വേറെ തന്നെയാണ് കിടക്കുന്നത്. ചില കഷ്ണങ്ങളൊക്കെ വലുതായിട്ട് തന്നെയാണ് കിടക്കുന്നത്. അതൊന്നും കുഴപ്പമില്ല, നമ്മൾ വേവിക്കുന്ന സമയത്ത് ഒടിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. പായസം ഉണ്ടാക്കുന്ന സമയത്ത് ഇളക്കുമ്പോൾ അതങ്ങ് പൊടിഞ്ഞു പോയിക്കോളും. ഇനി ഇത് പായസം ഉണ്ടാക്കുന്നതിന് മുൻപായിട്ട് 2-3 തവണയൊന്ന് തണുത്ത വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കണം. ആദ്യം ഇതിലുള്ള ചൂടുവെള്ളം ഒന്ന് അരിപ്പേ കൂടെ അരിച്ചൊന്ന് കളയാം. അത് കഴിഞ്ഞിട്ട് തണുത്ത വെള്ളത്തിൽ കഴുകിയെടുത്താൽ മതി. ടാപ്പിൻ്റെ അടിയിൽ ഈ സ്ട്രെയിനർ കൊണ്ടുപോയി പിടിച്ചിട്ടൊന്ന് കഴുകിയെടുത്താൽ മതി. അപ്പോൾ ഇതിലുള്ള പശയൊക്കെ പോയി കിട്ടാൻ എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാലും എടുത്തു വെച്ച് കഴിഞ്ഞു, പിന്നെ അടയും വേവിച്ച് വെച്ചു. ഇനി നമുക്ക് ശർക്കരയൊന്ന് ഒരുക്കിയെടുക്കാം. 200 ഗ്രാം അടയ്ക്ക് 400 ഗ്രാം മുതൽ 500 ഗ്രാം വരെ നമുക്ക് ശർക്കര എടുക്കാം. ഞാനിവിടെ 400 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ശർക്കര ഒന്ന് പൊടിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്, അലിഞ്ഞു കിട്ടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് ഒരുക്കിയെടുക്കാം. ഒന്ന് മെൽറ്റായി കിട്ടിയാൽ മാത്രം മതി. അത് കഴിഞ്ഞിട്ട് നമുക്കിത് അരിച്ചിട്ടൊന്ന് ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒരു അടികട്ടിയുള്ള പാത്രം തന്നെ എടുക്കുക. ഈ ശർക്കര ഇപ്പോൾ ഉരുകിയിട്ട് മാത്രമേ ഉള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ശർക്കരയുടെ നന്നായിട്ട് തിളച്ച് പതഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് നേരത്തെ കഴുകി മാറ്റി വെച്ചിരുന്ന അടയില്ലേ, അത് ചേർത്ത് കൊടുക്കാം. അട കഴുകിയിട്ട് ആ സ്ട്രെയിനറിൽ തന്നെയായിരുന്നു വെച്ചിരുന്നത്, അതുകൊണ്ട് അടയിലെ വെള്ളമൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി ശർക്കരപ്പാനിയിലിട്ടിട്ട് അട നന്നായിട്ടൊന്ന് വരട്ടി മയക്കിയെടുക്കണം. ഇപ്പം നോക്കുമ്പോൾ നമുക്ക് ശർക്കര കൂടുതലുള്ളതുപോലെ തോന്നും, പക്ഷേ ഇതിലേക്ക് തേങ്ങാപ്പാലൊക്കെ ചേർന്ന് വരുമ്പോഴേക്കും പാകത്തിനുള്ള മധുരമായിട്ട് കിട്ടും. അട ഇട്ടതിന് ശേഷം ശർക്കര ഒന്ന് തിളച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഈ നെയ്യിലും ശർക്കരയിലും ഇട്ടിട്ട് അട നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. ഈ ഒരു സമയത്ത് നമ്മൾ തവിയും കൊണ്ട് ഇതേപോലെ ഒന്ന് മാറ്റി നോക്കുമ്പോൾ ഉരുളി തെളിഞ്ഞ് കാണുന്നില്ല. അപ്പോൾ നമ്മൾ വരട്ടിയത് പാകമായിട്ടില്ല, ശർക്കര ഒഴുകി പോവുകയാണ്. അപ്പോൾ 2-3 മിനിറ്റും കൂടി ഒന്ന് വരട്ടിയെടുക്കാം. ഇപ്പോൾ ശർക്കര ഒന്നും കൂടി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നേരത്തെ വലിയ കഷ്ണങ്ങളായി കിടന്നിരുന്ന അടയൊക്കെ നമ്മൾ ഇളക്കിയ സമയത്തൊന്ന് മുറിഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി മാറിയിട്ടുണ്ട്. അതേപോലെ തവി വെച്ചിട്ട് ഇതുപോലെ ഇളക്കുമ്പോൾ നമുക്ക് ഉരുളി തെളിഞ്ഞ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇപ്പോൾ പാകത്തിന് വരണ്ട് വന്നിട്ടുണ്ട്. ഇതിൽ കൂടുതൽ വരട്ടേണ്ട ആവശ്യമില്ല. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന 3-ാം പാലില്ലേ, ആ 3-ാം പാലിൽ ഒരു ഭാഗം മാത്രം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക.
ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. 1-2 മിനിറ്റ് ഇളക്കുമ്പോഴേക്കും നമ്മൾ ആദ്യം ഒഴിച്ചിരുന്ന തേങ്ങാപ്പാലിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിപ്പോയിട്ട് പായസം ഒന്ന് കുറുകി വന്നിട്ടുണ്ടാവും. ഈ ഒരു സമയത്ത് 3-ാം പാലിൻ്റെ തന്നെ ബാക്കിയുള്ള ഒരു ഭാഗം കൂടി ഒഴിച്ചു കൊടുക്കുക. വീണ്ടും നേരത്തെ പോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് തിളച്ച് കുറുകി വരുന്ന സമയത്ത് ബാക്കിയുള്ള ഒരു ഭാഗം കൂടി ചേർക്കുക. അങ്ങനെ 3 പ്രാവശ്യമായിട്ടാണ് 3-ാം പാല് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ വെള്ളം പെട്ടെന്ന് തന്നെ ആവിയായിട്ട് പോയിക്കോളും. അപ്പോൾ നമുക്ക് പായസത്തിന് ഒരു വെള്ളസ്വാദം ഉണ്ടാവില്ല. 3-ാം പാൽ ഒഴിച്ചതിന് ശേഷം അതിലെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് പായസം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് 2-ാം തേങ്ങാപ്പാലിൻ്റെ ഒരു ഭാഗം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നേരത്തെ പോലെ തന്നെ വീണ്ടും ഒന്ന് ഇളക്കി വെള്ളം വറ്റുന്നവരെ ഒന്ന് കുറുക്കിയെടുക്കുക. ഇതൊക്കെ പെട്ടെന്ന് തന്നെ ആകും. ഒരുപാട് സമയമൊന്നും എടുക്കുന്നില്ല. 2-3 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ പാലൊഴിച്ചു കൊടുത്തിട്ട് പായസം തിളച്ച് കുറുകി വന്നോളും. ഇനി ബാക്കിയുള്ള 2-ാം പാലും കൂടെ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരട്ടെ. അതുവരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. 2-ാം പാൽ ഒഴിച്ചതിന് ശേഷം പായസം നന്നായിട്ട് തിളച്ച് കുറുകി അതിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് 1-ാം പാല് 1.5 കപ്പ് ചേർത്ത് കൊടുക്കാം. 1-ാം പാല് നമ്മൾ വെള്ളം ചേർക്കാതെയാണ് എടുത്തിരിക്കുന്നതെങ്കിൽ പിന്നെ ഫ്ലെയിം ഓൺ ആക്കി വെക്കേണ്ട ആവശ്യമില്ല. ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി. ഇനി അതല്ല വെള്ളം ചേർത്തിട്ടാണ് 1-ാം പാൽ എടുത്തിരിക്കുന്നതെങ്കിൽ പായസം ഒന്ന് ചൂടാവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. കാരണം നമ്മളതിൽ വെള്ളം ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ്. പായസത്തിന് പാകത്തിനുള്ള ഒരു മധുരം തന്നെയാണ്. ഈ ഒരു അളവിൽ തേങ്ങ എടുക്കുമ്പോൾ നമുക്ക് 400 ഗ്രാം ശർക്കരേൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇതിൽ കൂടുതൽ തേങ്ങാപ്പാലൊക്കെ എടുക്കുകയാണെങ്കിൽ ശർക്കരേൻ്റെ അളവ് കൂട്ടിക്കൊടുക്കാം. പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഏലക്കപ്പൊടിയും ജീരകപ്പൊടിയും അതുപോലെ തന്നെ ചുക്കുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 3ഉം ഓരോ ടീസ്പൂൺ വീതമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് പായസത്തിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ വേണമെങ്കിൽ 2-ാം പാൽ ഒഴിച്ച സമയത്ത് അതിലേക്കൊന്ന് കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അതല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ പൊടി ഇട്ടതിന് ശേഷം പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് മൊത്തത്തിലൊന്ന് ഇളക്കിയെടുത്താൽ മതി. അതുപോലെ പൊടികളുടെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അടപ്പായസം ആയതുകൊണ്ട് തണുക്കുന്നതോറും നന്നായിട്ട് കുറുകി വരും. അതുകൊണ്ട് നമുക്ക് വേണ്ട പാകത്തിന് കുറുകി വരുന്ന സമയത്ത് 1-ാം പാല് ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് വറുത്തിടണം. അതിനായിട്ടൊരു പാൻ ചൂടാക്കാം. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ആദ്യം തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് കരിഞ്ഞു പോകാതെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഇതൊന്ന് പകുതി മൂത്ത് വരുന്ന സമയത്ത് 2 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് കരിയാതെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി മുന്തിരി വേണ്ടവർക്ക് മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പായസത്തിനും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പിനും തേങ്ങാക്കൊത്തിനൊക്കെ ഒന്ന് ചൂട് കുറഞ്ഞതിന് ശേഷം മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പോൾ അടിപൊളിയായിട്ടുള്ള അടപ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പായസം നമുക്ക് വേണ്ടതിനേക്കാളും കഴിക്കുന്ന സമയത്ത് കുറുകി പോയിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടെ ചേർത്തിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഒന്ന് അടപ്രഥമൻ തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റായിട്ട് താഴെ എഴുതണേ. അതേപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്കും ഷെയറും കൂടെ ചെയ്യണേ. കൂടെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നന്ദി.